ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അപൂർവ കളക്ഷൻസ്. മുരിങ്ങയില ഉണക്കി സൂക്ഷിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇത് ഞാൻ നല്ലതുപോലെ ഉണക്കി പൊടിച്ചെടുത്തതാണ്. ഡെലിവറി കഴിഞ്ഞവർക്ക് മുലപ്പാൽ കൂടുന്നതിന് വേണ്ടി മുരിങ്ങയില കഴിക്കുന്നത് നല്ലതാണ്. ഇതിൽ വിറ്റാമിൻസ് എല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഉണക്കി പൊടിക്കുന്നതെന്ന് നോക്കാം. ആദ്യം മുരിങ്ങയില നല്ലതുപോലെ കഴുകി വെള്ളം കുടഞ്ഞു കളഞ്ഞതിന് ശേഷം ഇതേപോലെ ഊരിയെടുക്കണം. ഇതേപോലെ എടുത്തതിന് ശേഷം വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം. മുരിങ്ങയില തോരൻ ഉണ്ടാക്കി കഴിക്കുന്നതും നല്ലതാണ്. മുരിങ്ങയിലയിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാവർക്കും കഴിക്കാം. ഹീമോഗ്ലോബിൻ കൂടാനും ഇത് സഹായിക്കും. ഇതേപോലെ വെയിലത്തിട്ട് ഉണക്കാം. ഞാൻ മുറത്തിലും പ്ലേറ്റിലും ഷീറ്റിലും ഇട്ടാണ് ഉണക്കിയത്. മുരിങ്ങയില എളുപ്പം ഉണങ്ങും. ഇതിപ്പോൾ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. കേട്ടില്ലേ, നല്ലതുപോലെ കിലുങ്ങുന്ന സൗണ്ട് കേൾക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ചായിട്ടിട്ട് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാർ നല്ലതുപോലെ ഉണങ്ങണം. ഇതിൽ കുറേശ്ശെ ഇട്ട് പൊടിച്ചെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ നല്ലതുപോലെ പൊടിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ എല്ലാം പൊടിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നനവില്ലാത്ത ബോട്ടിലിൽ ഇട്ട് സൂക്ഷിച്ച് വയ്ക്കാം. ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം. കണ്ടില്ലേ, ഉണക്കിയിട്ടും നല്ല പച്ച കളറായിട്ട് തന്നെ ഇരിക്കുന്നു. ഇതിൽ വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. ദോശമാവിലും ഇഡ്ഡലി മാവിലും കുറച്ച് പൊടി ചേർത്ത് കുട്ടികൾക്കുണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അവർ അത് കഴിക്കും. കുട്ടികൾക്ക് മാത്രമല്ല, വലിയവർക്കും ഇഡ്ഡലി മാവിലും ദോശമാവിലും ചേർത്ത് കഴിക്കാം. ഇത് നല്ലതുപോലെ പൊടിഞ്ഞിട്ടുണ്ട്. മുരിങ്ങയില ധാരാളമുള്ള സമയത്ത് ഇതേപോലെ പൊടിച്ചു വച്ചിരുന്നാൽ ഉപയോഗിക്കാം. ഞാൻ ഇത് ചേർത്ത് ദോശ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. ഒരു ടേസ്റ്റ് വ്യത്യാസവുമില്ല. ഉണങ്ങിയ ബോട്ടിലിൽ ഇട്ട് സൂക്ഷിച്ച് വയ്ക്കാം. വേണമെങ്കിൽ ഫ്രിഡ്ജിലും വെച്ചേക്കാം. അപ്പോൾ കേടുകൂടാതെ ഇരിക്കാം. മുരിങ്ങയില കഴിക്കാത്ത കുട്ടികൾക്ക് വേറെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർത്ത് ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.